പിന്നെ ദൈവമാണെന്ന് വിശ്വസിച്ച് ബിംബം വെച്ചവർക്ക് ഇറങ്ങിയ ആയത്ത്. ബിംബം വെച്ചാൽ തന്നെയാണ് ബിംബം ഉണ്ടല്ലോ നിങ്ങൾക്ക്, കടത്തിയിട്ട ബിംബം, ജാറമാകുന്ന ബിംബം, അതുണ്ടല്ലോ നിങ്ങൾക്ക്. ഓരോ ജാറങ്ങളും ഇങ്ങനെ പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 250 വോൾട്ടേജ് അപ്പുറം അപ്പുറം ഇട്ടിട്ട് തെക്ക് വടക്ക് കിടത്തിയ ബിംബം നിങ്ങൾക്കുണ്ട്. അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. മാത്രമല്ല ബിംബാരാധനയുടെ കാരണം വിവരിച്ചുകൊണ്ട് റാജി പറഞ്ഞിടത്ത് അമ്പിയാക്കന്മാരെയും മഹാന്മാരെയും പേരിലാണ് അവർ ബിംബങ്ങൾ ഉണ്ടാക്കിയത്. ബിംബം തന്നെ കൂടുതലും മുളച്ചു വന്നല്ല, ആളുകൾ വെക്കുന്നതാ. എന്തിനാണത്? ഈ ബിംബങ്ങളോട് പ്രാർത്ഥിച്ചാൽ ഈ ബിംബം ആരുടെ ബിംബമാണോ ആ മഹാൻ കേൾക്കും, ഉത്തരം ചെയ്യും, സഹായിക്കും. അതന്നെ ജാറത്തിങ്ങ പോകുമ്പോൾ നിങ്ങൾക്കുള്ളത്. ഈ ജാറത്തിങ്ങ പോയ ജാറത്തിന്റെ പുറത്തെ കല്ലും മണ്ണും കേൾക്കുന്നല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, അതിന്റെ പുറത്തെ പുതപ്പ് കേൾക്കുന്നല്ല. ജാറത്തിലുള്ള മഹാൻ കേൾക്കും, അറിയും, വിശ്വസിക്കും. അവ ബിംബാരാധനക്ക് തുല്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം മദീനത്തെ പള്ളിയോട് തൊട്ട് കിടത്തിയിട്ടുണ്ട്. ആ കിടത്തിയത് ബിംബമാണെന്നാണ് നിങ്ങളുടെ വാദം. അവിടെ നിങ്ങളുടെ നേതാക്കന്മാരില്ലേ? നിങ്ങളുടെ നേതാക്കന്മാർ മുഴുവനും സൗദി അറേബ്യയിലെ പണം തിന്നുകൊണ്ട് ജീവിക്കുന്നില്ലേ? അവിടെ കുറെ നേതാക്കന്മാര്, അവരൊക്കെ എന്തുകൊണ്ട് ഇത് ബിംബമാണെന്ന് പറയുന്നില്ല? നിങ്ങൾ ഇവിടെ ഓതിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ ശരീരം വസനം യുബദ്, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത്. റസൂലുള്ളാഹി ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇല്ലേ? ഉത്തരം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പറയുന്നത്. എന്നാ ആ ജാറം എങ്ങനെ അവിടെ നിന്നു? ആ കുബ്ബ എങ്ങനെ അവിടെ ഉണ്ടായി? ആ റസൂലുള്ളാഹിനോട് വിളിച്ചു തരുന്ന പദ്യം എങ്ങനെ ആ ചുമരുമേൽ വന്നു? നിങ്ങൾ മറുപടി പറയണം. റസൂലുള്ളാഹിക്ക് ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇല്ലേ? അപ്പൊ മനസ്സിലായി, അത് ബിംബമാക്കലല്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കുബ്ബ ബിംബമാക്കലല്ല. നിങ്ങൾ പൊളിക്കാൻ നടക്കുന്ന ആളാണ്. പക്ഷേ അത് ബിംബമാക്കൽ. കാരണം റസൂലുള്ളാഹിന്റെ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് ഉത്തരം കിട്ടുകയില്ല നിങ്ങൾക്ക് വാദമുണ്ടോ? ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് വാദമുണ്ടോ? സൗദി അറേബ്യയിൽ ബിംബം വെച്ച് ആരാധിക്കുന്നു നിങ്ങൾ പറയാൻ ധൈര്യം കാണിക്കുമോ? നിങ്ങൾ പറയണം. അതിന് തട്ടി നിരപ്പാക്കണോന്നാ ഉള്ളതെന്ന് പറഞ്ഞു. അയാൾ തന്നെ പറഞ്ഞു, എന്ത് അവിടെ ഒരു ചാൺ ഉയരത്തിലുള്ളത്. അതിന്റെ നിരപ്പാക്കാഞ്ഞേ? ഒരു ചാൺ ഉയരണ്ടായ നിരപ്പാവോ? എന്തിനാ നിരപ്പെന്ന് പറയാം? മലയാളം അറിയണ്ടായോ? അപ്പൊ ഒരു ചാൺ ഉയരത്തിലാണ് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്താ പറഞ്ഞത്? തട്ടി നിരപ്പാക്കണോന്നാ പറഞ്ഞത്. അപ്പൊ റസൂലുള്ള പറഞ്ഞിട്ട് അതുപോലെ ഇതുവരെയും നടന്നിട്ടില്ല ഞങ്ങൾ പറയുന്നത്. ഞാൻ ചോദിച്ചു, വസനം യുബദ് നിങ്ങളാ ഓതിയത്, അതെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അതിന് ഉത്തരം കിട്ടിയോ ഇല്ലേ എന്നെ ചോദ്യം. ഭയങ്കര കുബ്ബണ്ട ഇതിന്റെ മുകളിൽ ഇപ്പോഴും പച്ച. അപ്പൊ പിന്നെ കെട്ടിപ്പൊക്കാന്നൊന്നും പറഞ്ഞ കാര്യമില്ല. കെട്ടാണ്ടാ പിന്നെ കുബ്ബുണ്ടായത്? കെട്ടിപ്പൊക്കാതെ ആ കുബ്ബുണ്ടായത്, മിനാറുണ്ടായത്? പിന്നെ കെട്ടിപ്പൊക്കിയിട്ടില്ലാന്നോ? ഒരു ചാൺ ഉയരേ ഉള്ളൂ. ഒരു ചാൺ ഉയരത്തിലാ കുബ്ബുള്ളത്. നിങ്ങൾ മദീനത്ത് തീരെ പോയില്ലേ? ഫോട്ടോയെങ്കിലും നോക്കൂടെ നിങ്ങൾക്ക്? അൽമനാറിന്റെ മേലുണ്ടല്ലോ ഫോട്ടോ, അത് നോക്കൂടെ നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ?